ദ്വീപ് കാറ്റിൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക്, ഒരു 4-5 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതായത് CSEB-യുടെ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, അതിൽ നിന്ന് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഇന്റൻസീവ് കാറ്റിൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ്, അല്ലെങ്കിൽ നമ്മളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത് ICDP എന്നായിരിക്കും. ഇന്റൻസീവ് കാറ്റിൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ഓർ ICDP, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് എന്നും കാണാറുണ്ട്. അപ്പൊ എന്താണ് ഇന്റൻസീവ് കാറ്റിൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ്, എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് ഇന്റൻസീവ് കാറ്റിൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് എന്നുള്ളതിന്റെ ഒരു മീനിങ് പറയുകയാണെങ്കിൽ, അതായത് കാറ്റിൽ ഡെവലപ്മെന്റ് ഏറ്റവും നല്ല രീതിയിലാക്കാനുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇന്റൻസീവ് കാറ്റിൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1964-65 വർഷങ്ങളിലാണ്. ICDP ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1964-65 അപ്പോൾ ICDP എന്നാ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് മറക്കാതെ ആൻസർ പറയണം. 1964-65 ഈ കാലഘട്ടത്തിലാണ് ICDP ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ICDP നമ്മൾ പറഞ്ഞു കാറ്റിൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ആണ് എന്നാണ് പറഞ്ഞത്. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഏത് ഏരിയയാണ് ഇത് കവർ ചെയ്യുന്നത്. ICDP കവർ ചെയ്യുന്നത് മിൽക്ക് ഷെഡ് ഏരിയയാണ്. അപ്പോൾ ICDP കവർ ചെയ്യുന്ന ഏരിയ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മിൽക്ക് ഷെഡ് ഏരിയയാണ് കേട്ടോ. അപ്പൊ 1964-65 കാലഘട്ടത്തിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്തിന്റെ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മിൽക്ക് ഷെഡ് ഏരിയാസിലാണ്, അല്ലെങ്കിൽ കാറ്റിൽ ഡെവലപ്മെന്റിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത്, അതായത് ആഡിക്കേറ്റ് ബ്രീഡിംഗ് ഫെസിലിറ്റി, ക്വിക്ക് ഗ്രോവിംഗ്, ഡെവലപ്മെന്റൽ പ്രോഗ്രാം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതായത് നമ്മൾ എങ്ങനെ കാറ്റിൽസിനെ, പുതിയ നല്ല ഇനം കാറ്റിൽസിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, അതുപോലെ തന്നെ അവയുടെ തീറ്റയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ എങ്ങനെ കണ്ടെത്താം, അതുപോലെ തന്നെ കാലിത്തീറ്റ ഉൽപാദനം എങ്ങനെ നടത്താം, അതുപോലെ തന്നെ ക്ഷീരമേഖലയെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പരിപോഷിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ഒരു ധാരണയുണ്ടാക്കി വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് ഇന്റൻസീവ് കാറ്റിൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മറക്കണ്ട, ICDP ഇൻട്രൊഡ്യൂസ് ചെയ്ത 1964 മിൽക്ക് ഷെഡ് ഏരിയയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാറ്റിൽ ഡെവലപ്മെന്റ് ആണ് ടാർഗറ്റ്. അതുപോലെ തന്നെ അതിനുവേണ്ടി ഫോഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും ബ്രീഡിംഗ് ഫെസിലിറ്റീസ് പ്രോഗ്രാമുകളും ഒക്കെയാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.